ധീരൻ ടൈറ്റിൽ ക്യാരക്ടർ പിന്നെ ഒരു നായകൻ പോലെയൊക്കെ തോന്നൂല്ലോ. അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ദേവനോട് ദേവാന്ന് എനിക്ക് നല്ല ആരെങ്കിലും വെച്ച് ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചു. സ്ത്രീകൾക്ക് പൊതുവെ ഫസ്റ്റ് പടം കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല. കാരണം മിക്കവാറും പടങ്ങളിൽ കാസ്റ്റിംഗ് കോൾ ഇടും നായികയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ എനിക്കും എന്റെ ഫസ്റ്റ് ഞാൻ ഓഡിഷൻ ചെയ്തപ്പോൾ പെട്ടെന്ന് അന്ന് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ഓഡിഷൻ വഴി കിട്ടി. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് പടം കിട്ടാൻ ഭയങ്കര പാടാ. ഇങ്ങനെ ഓരോന്നിനും ഓരോ റീസൺസ് ആണ് പിന്നെ നായികമാരെ എടുക്കുന്നതിന്. നമ്മൾ ഇങ്ങനെ ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് പോവുകയല്ല, പോകുന്ന വഴിക്ക് കിട്ടുന്ന ഒരാൾ അങ്ങനെ ഒരാളല്ലേ എന്ന് ചിന്തിക്കുകയാണ് സാധാരണ ചെയ്യുക. പിന്നെ ജഗദീഷ് ചേട്ടൻ അറിയില്ലേ അശോകൻ, പിന്നെ അശോകന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? അപ്പൊ അശോകൻ ഇങ്ങനെ മെല്ലെ നടന്നിങ്ങോട്ട് വരിക. ഞാൻ പറഞ്ഞു അറിയില്ല, എന്താണ് കേൾക്കാൻ വേണ്ടിട്ട് ചോദിച്ചു. അല്ല എനിക്കും അറിയില്ല, അങ്ങനെ വലിയ പ്രത്യേകത അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇതാണ് ഫസ്റ്റ് ഇങ്ങനെയാണ് ഇവര് തുടങ്ങുന്നത്. അപ്പൊ ചെറുപ്പം തൊട്ടേ മായാവി വായിക്കുമ്പോ എനിക്ക് മായാവിനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ആവാൻ പറ്റില്ല, ഇത്ര നന്മ ആവശ്യമില്ല. ലുട്ടാപ്പി ഭയങ്കര കുസൃതിയാണ്, മണ്ടനാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ട് തോന്നി. നമ്മളൊക്കെ അങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കുമല്ലോ. ആ നാടകം കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ ദർശനയും റോഷനും പറഞ്ഞു എന്നോട് രാജേഷ് ആക്ടിങ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതാണ് ഞാൻ അതിന് കൊടുക്കുന്ന ഒരു സീരിയസ്നെസ് മാറിയത് അവരുടെ അന്നത്തെ അവരുടെ സംസാരമാണ്. ഹലോ, ധീരൻ മൂവി വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നു രാജേഷ് ആൻഡ് അശ്വതി. വെൽക്കം ടു മൈ ഷോ. അപ്പൊ ധീരന്റെ ട്രെയിലറൊക്കെ അടിപൊളിയാണ്. പറയൂ, എന്താണ് ധീരൻ, ആരാണ് ധീരൻ? സാഹചര്യവശാൽ ഗ്രാമത്തിലെ ധീരനാണെന്ന്. സിനിമ എന്താണ്, സിനിമയെ പറ്റി പറയാനുള്ളത്? ഒരു ഫൺ സിനിമയാണ്. ഒരു പനച്ചിയം കോതമംഗലത്തെ ഒരു എൽദോസ് എന്ന് പറയുന്ന, എൻ്റെ ക്യാരക്ടറിന്റെ പേര് എൽദോസ് എന്നാണ്. ഒരു ബസ് ഡ്രൈവറൊക്കെ ആയിരുന്ന എൽദോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളെ ബന്ധപ്പെടുത്തി ആ നാട്ടുകാരുടെ കഥയാണ് പിന്നെ ധീരൻ. എങ്ങനെയാണ് ധീരനിലേക്ക് എത്തുന്നത്? ഓഡിഷൻ ആയിരുന്നു, കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ലെവൽ ഓഡിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ സെലക്ട് ആയി. എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തു എന്ന് ആ ഒരു ചോദ്യം എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നോ ഡയറക്ടറുടെ അടുത്ത്? ഞാൻ അടിപൊളിയാണല്ലോ. ഈ ചെയ്ത ക്യാരക്ടറിനെ പറ്റി പറയാവോ? എന്റെ ക്യാരക്ടറിന്റെ പേര് സുരമ്യ എന്നാണ്. രാജേഷ് ചേട്ടൻ ചെയ്യുന്ന എൽദോസിന്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവിടെ ആ നാട്ടിലൊരു ഫ്ലെക്സ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പുള്ളിക്കാരിയുടെ ഒരു നാട്ടുമ്പുറത്താണെങ്കിലും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതിയുള്ള ഒരു കുട്ടിയാണ് സുരമ്യ. അപ്പൊ കുറച്ച് പുച്ഛാണ്, നാട്ടുകാരൊക്കെ ഇവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് സുരമ്യ. ശരിക്കുള്ള അശ്വതിയും ഈ ക്യാരക്ടർ തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ട് അല്ലെങ്കിൽ അകലമുണ്ട്? അങ്ങനെ അങ്ങനെ ആലോചിച്ചില്ല ഇതുവരെ. അങ്ങനെ എന്ത് പറഞ്ഞാലും അബദ്ധാണല്ലോ. അതെ അതെ അതെ, അങ്ങനെ വലിയ സാമ്യം ഇല്ലാന്ന് തോന്നുന്നു. ആണല്ലേ? ചിലവര് പറഞ്ഞ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഭയങ്കര അടുത്തിരിക്കുന്നു ഈ ക്യാരക്ടറായിട്ട്. നമ്മൾ ചോദിച്ചേ ഉള്ളൂ. ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. അങ്ങനെ നമ്മള് സ്ഥിരം സിനിമയിൽ കാണാത്ത പോലത്തെ ഒരു ക്യാരക്ടറാണ്. അതിന്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ചേട്ടനിപ്പോ ഒരു സിനിമ, ഒരു സ്ക്രിപ്റ്റ് ഇത് ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു എന്താണ് മാനദണ്ഡം എന്താണ്? എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യേണ്ട സമയമൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നല്ല ഡയറക്ടേഴ്സിന്റെ സിനിമകൾ ഉണ്ടായിരുന്നു. എൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ സിനിമകളിലാണ് അധികം വന്നിട്ടുള്ളത്. പിന്നെ ഇത് ദേവന്റെ ഫസ്റ്റ് സിനിമ, അതിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്, ദേവൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. കുമ്പളങ്ങി നൈറ്റ്സിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ദേവൻ ചെയ്യുന്ന വർക്കുകളും എല്ലാം ഞാൻ കാണുന്നുണ്ട് സൈഡിൽ നിന്നിട്ട്. ഞങ്ങൾ രണ്ടും പാരലലി വേറെ വേറെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ദേവൻ ഭീഷ്മപൂർവം കഴിഞ്ഞു. അപ്പൊ ഇവര് ഈ സിനിമയിലേക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയെല്ലാം വന്നത് ഭയങ്കര സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഞാനങ്ങനെ ഈ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്തേക്കാം, അങ്ങനെ ചൂസ് ചെയ്തേക്കാം, അങ്ങനെ ചൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. ഇത് ഞാൻ കുറച്ച് ധീരൻ എന്ന് പറയുന്ന ധീരൻ ടൈറ്റിൽ ക്യാരക്ടർ പിന്നെ ഒരു നായകൻ പോലെയൊക്കെ തോന്നൂല്ലോ. അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അത് ഞാൻ പിന്നെ ദേവനോട് ദേവാന്ന് എനിക്ക് നല്ല ആരെങ്കിലും വെച്ച് ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ലക്ഷ്മിയും ഗണേശേട്ടനും നമ്മുടെ GS എന്റർടൈൻമെന്റ് അവര് പറഞ്ഞു ഞങ്ങൾക്ക് രാജേഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, ഞങ്ങള് കോൺഫിഡന്റ് ആണ്, രാജേഷ് കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞു.
അവരുടെ കോൺഫിഡൻസിന്റെ പുറത്ത്, ദേവന്റെ ഒക്കെ കോൺഫിഡൻസിന്റെ പുറത്താണ് ഈ പണിക്കാരനെ വെച്ചത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അവര് വലിയ പൈസയൊക്കെ അല്ല, ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ കോമഡി ഷെയ്ഡുള്ള റോളുകളും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒരു സൈക്കോ ക്യാരക്ടറും നമ്മള് മരണമാസിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇയാളുണ്ടല്ലോ നമുക്ക് ദേഷ്യം തോന്നുന്ന ടൈപ്പ് ഒരു നെഗറ്റീവ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയുന്ന രീതിയിലുള്ള. അപ്പൊ ഏതാണ് ചേട്ടന്റെ ഒരു കംഫർട്ട് സോൺ, അല്ലെങ്കിൽ ഏതാണ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം? ഞാൻ ഏത് ചെയ്തിട്ടില്ല എന്ന് നോക്കിയിട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നോക്കാനാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ക്യാരക്ടർ വരുമ്പോൾ അതിനോട് വലിയ ഇപ്പൊ എന്റെ സിനിമകൾ കണ്ടിട്ട് എല്ലാവരും ഇപ്പൊ കമന്റുകളിലൊക്കെ പറയും അയാൾ സ്ഥിരം കുറക്കി ക്യാരക്ടേഴ്സ് തന്നെയാണ് എന്ന് പറയും. അപ്പൊ അതിൽ നിന്നൊരു പിന്നെ വിടുതൽ വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് മരണമാസം, ധീരനും സംഭവിച്ചത്. പെർഫോമൻസ് ഭയങ്കര വ്യത്യാസമാണ്. എനിക്ക് ഇതുവരെ രാജേഷ് ചേട്ടനെ കണ്ട രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ല, കുറച്ചുകൂടി റിയലിസ്റ്റിക്. ശരിക്കും അത് എത്രമാത്രം ഒരു പ്രഷർ ഉണ്ട്. അതായത് ഇപ്പം നമ്മളൊരു ഫസ്റ്റ് സിനിമ കിട്ടുക എന്നുള്ളതായിരിക്കും മേ ബി ആദ്യം നമ്മുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറയണേ. സിനിമ കിട്ടിയാൽ മാത്രം പോരില്ല, ആ ഒരു ഫസ്റ്റ് സിനിമ കിട്ടി പിന്നെ ഒരേ ക്യാരക്ടർ ആവരുത് നോക്കണം അല്ലേ? അതൊരു കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് എത്രമാത്രം അതിന്റെ ഒരു പ്രഷർ ഉണ്ട്? അത് അതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ചിന്തിക്കാറില്ലേ? ചിന്തിക്കാറുണ്ട് അല്ലേ. ഞങ്ങൾ രണ്ടാളും പിന്നെ നമുക്ക് തിയേറ്ററൊക്കെ ഇഷ്ടമുള്ള പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഇതിന്റെ പല ഏരിയകളെ കുറിച്ചിട്ടും ഇരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യണം, നിങ്ങൾ ഈ പോയിന്റ് ചെയ്ത് ശരിയായില്ല എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ എന്താ കുറച്ച് അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ളത്. അതിപ്പോ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ റോളുകളൊക്കെ സെലക്ട് ചെയ്യുന്നത്. രാജേഷേട്ടന് ഞാൻ 2 സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള സ്ത്രീകൾക്ക് പൊതുവെ ഫസ്റ്റ് പടം കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല. കാരണം മിക്കവാറും പടങ്ങളിൽ കാസ്റ്റിംഗ് കോൾ ഇടും നായികയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ എനിക്കും എന്റെ ഫസ്റ്റ് ഞാൻ ഓഡിഷൻ ചെയ്തപ്പോൾ പെട്ടെന്ന് അന്ന് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ഓഡിഷൻ വഴി കിട്ടി. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് പടം കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇപ്പൊ നിൽക്കുന്ന ഇച്ചിരി ഒരു സ്റ്റേജില്ല. അതായത് ഞാൻ ഫ്രഷ് ഫേസ് അല്ല താനും, എന്നാൽ ഞാൻ പോപ്പുലർ ഫേസും അല്ല. അപ്പൊ കുറെ പടങ്ങൾക്ക് അവർക്ക് ഫ്രഷ് ഫേസ് വേണം, എന്നാൽ ചില പടങ്ങൾക്ക് അവർക്ക് ഫേസ് വാല്യൂ ഉള്ള ഒരാൾ വേണം. അപ്പൊ അത് അവിടെയല്ല ഇവിടെ അല്ലാത്തൊരു സ്റ്റേജിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ധീരം കഴിഞ്ഞ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ക്യാരക്ടേഴ്സ് ആശ്വസിച്ച് ചെയ്തിട്ടുള്ളതൊക്കെ, പക്ഷെ പിന്നെ എല്ലാ പടങ്ങളും അങ്ങനെ ശ്രദ്ധിക്കുക ാണ് ആ ക്യാരക്ടേഴ്സ് അങ്ങനെ. അതെ, ഇതൊരു ട്രെയിലറിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ചേട്ടൻ ഇങ്ങനെ ചീറിപ്പോലും പാഞ്ഞു പോകുന്നത് കാണാൻ ഭയങ്കര രസം. അപ്പൊ ഞാൻ ആലോചിക്കാണ്, ഈ ബസ് ഡ്രൈവേഴ്സ് അവരെ നമ്മള് കുറച്ച് വായി നോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാരും സ്കൂളില് ട്യൂഷന് പോകുമ്പോ ഒക്കെ നമ്മൾ ബസ്സിലല്ലേ പോകും. അപ്പൊ സ്പീഡിൽ ഓടിക്കുന്ന ചേട്ടൻ, അല്ലെങ്കിൽ അത്യാവശ്യം ഒറ്റ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഫുൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്ന് ആ ഡയലോഗ് കേട്ടപ്പം എന്റെ ആ ഒരു സ്കൂൾ ഡേയ്സും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചർച്ചകളൊക്കെ ഓർമ്മ വന്നു. നല്ല രസമുണ്ട് നിങ്ങളുടെ ഒരു കെമിസ്ട്രി ഓൺ സ്ക്രീൻ കാണാനും. സോ എങ്ങനെ ഉണ്ടായിരുന്നു വർക്കിംഗ് വിത്ത് രാജേശ്വരൻ? ഫ്രണ്ട്സ് ആണെന്ന് അറിയാം, എന്നാലും ചോദിക്കുന്നു. സിനിമ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയാം, സോ ഞാൻ രാജേഷേട്ടന്റെ നമ്പർ 1 ഫാനാണ്. ഞാൻ രാജേഷേട്ടൻ ആദ്യം തൊട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കും. അപ്പൊ എനിക്ക് ചിലപ്പോൾ രാജേഷേട്ടൻ അത്ര സക്സസ്ഫുൾ അല്ലാത്ത പടമാണെങ്കിൽ പോലും എനിക്ക് രാജേഷേട്ടന്റെ പെർഫോമൻസ് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കുറെ സിനിമകളിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ തിങ്കളാഴ്ച നിശ്ചയം, അങ്ങനെ ചില പടത്തിലൊക്കെ രാജേഷേട്ടൻ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും, പക്ഷെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇതുപോലെ തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഒരു സീനുണ്ട്, ആ പെൺകുട്ടിയും ചെറുക്കനെയും വീട്ടിൽ കൊണ്ടുവന്നു. ഇവര് ഇങ്ങനെ സക്സസ് എന്ന് പറഞ്ഞിരിക്കും, അവിടെ വേറെ പ്രശ്നങ്ങളാ. അപ്പൊ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം ഇവര് ഡാൻസ് ചെയ്യുന്നത്, ട്രാംപോളിനിൽ കിടന്ന് ചാടുക. എനിക്കിത് കാരണം ഇങ്ങനെ രാജേട്ടൻ ഇങ്ങനത്തെ കുറേ സാധനം ഞാൻ കുറേ ചിരിക്കും ഇങ്ങനെ ഇരുന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാജേട്ടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ്, ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്, പക്ഷെ നമ്മളെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ സെറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി ഇങ്ങനെ നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ഇവരായിട്ട് എനിക്ക് ഫ്രണ്ട്സ് ആവാൻ പറ്റും, അല്ല അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ എനിക്ക് ഓൾറെഡി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ സെറ്റ് വന്ന് അങ്ങനെ നമ്മള് ഫ്രണ്ട്സ് ആയി. പിന്നെ നാടകം ചെയ്തപ്പോ ഞങ്ങള്
ഭയങ്കര ഫ്രണ്ട്സായി. ഇപ്പം ചേട്ടൻ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ എന്താ പറയണ്ടേ ഈ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നായകന്മാർ അല്ലെങ്കിൽ നായികന്മാർ ഒക്കെ ഈ ക്യാരക്ടറിന് ഇവര് എന്ന് പറയുമല്ലോ. അപ്പൊ ഈ അതെങ്ങനെയാണ് നിങ്ങൾ എന്താണ് നോക്കുന്നത് ഈ ക്യാരക്ടറിന് ഇവർ സെറ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത്? ഞങ്ങളിപ്പോൾ ഓഡിഷനൊക്കെ ചെയ്തിട്ടുള്ള ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ തൊണ്ടി മുതലിന് ഓഡിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിമിഷേനെ പോലെ ഒരാളെ ആയിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷ പ്രായം കുറവാണ് ആ സമയത്ത്, ഭയങ്കര പ്രായം കുറവാണ്. അപ്പം നമുക്ക് ആ പ്രായത്തിലുള്ള ഒരു കുട്ടീനെ ആയിരുന്നില്ല നമ്മൾ നോക്കിക്കൊണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ നിമിഷയുടെ എന്താ പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു. ഓഡിഷനിൽ ഞങ്ങൾ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ പെർഫോമൻസാണ്. അങ്ങനെ അത് നിമിഷേനെയും കൂടി അതിലേക്ക് ഇൻവോൾവ് ചെയ്യാവുന്ന രീതിയിൽ ക്യാരക്ടർ മാറ്റിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായത്തിലേക്ക് നിമിഷനെ കുറച്ച് അങ്ങനെയും കൂടി വർക്ക് ചെയ്തിട്ടാണ് ആ ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ഇവരെയൊക്കെ ഓഡിഷൻ ചെയ്ത ഇത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വൈപ്പിന്ന് അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് കൊച്ചി ഭാഷ സംസാരിക്കുന്ന ഒരു കുട്ടീനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ്. അങ്ങനെയാണ് അന്നയിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഓരോ റീസൺസ് ആണ് നായികമാരെ എടുക്കുന്നതിന്. എന്തായാലും അതിന് ഒരു ഫ്രഷ് ഫേസ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഗുണമുള്ള രീതിയിൽ എത്ര കാര്യങ്ങൾ അതിലേക്ക് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് എടുക്കുക. അത് ഡിപ്പെൻസ് ആണ്. നമ്മൾ ഇങ്ങനെ ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് പോവുകയല്ല, പോകുന്ന വഴിക്ക് കിട്ടുന്ന ഒരാൾ അങ്ങനെ ഒരാളല്ലേ എന്ന് ചിന്തിക്കുകയാണ് സാധാരണ ചെയ്യുക. ഓക്കെ. ഇപ്പം ഈ ക്യാമറയുടെ ഫ്രണ്ടിലും ക്യാമറയുടെ ബാക്കിലും നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഏതാണ് കൂടുതൽ ഇഷ്ടം ചെയ്യാൻ? ഇത് ക്യാമറയുടെ ബാക്കിൽ ഞാനിപ്പോ ഒരു പടം സംവിധാനം ചെയ്ത് തീർത്തിട്ടേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുക, ഒരുപാട് വേഷങ്ങളൊക്കെ കിട്ടിയിട്ട് തിരക്കായിട്ട് പണി, ക്യാമറയുടെ ബാക്കിൽ നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ സമാധാനത്തോടെ ജീവിക്കാന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഒരു ഡയറക്ടറായിട്ട്? ഡയറക്ടറായിട്ട് കൊള്ളാം, ഭയങ്കര അനുഭവമാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്തായാലും കുറേ പുതിയ ആൾക്കാരാണ്, ഒരു 100ഓളം പുതിയ മനുഷ്യരും 500ഓളം പുതിയ മൃഗങ്ങളും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. നല്ലൊരു സിനിമയാണ്. ഓ, അടിപൊളി. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇനി വരുന്നത് അല്ലേ? യെസ്. എപ്പോഴും ഒരു സിനിമാ സെറ്റിൽ നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളൂ ഡയറക്ടറും ക്യാമറ ടീമും ആയിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? ഓൾമോസ്റ്റ് സത്യമായിരിക്കും. ഡയറക്ഷൻ ടീം, അങ്ങനെ ഒരു ടീമിന് പറയാൻ പറ്റില്ല. ഇവര് അതൊരു സെറ്റിന്റെ പേസ് പോലെ ആയിരിക്കും. നമുക്ക് ചില സെറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഒരാളെ നിൽക്കുന്നത് പോലും കാണാൻ പറ്റില്ല, അങ്ങനെ ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും. അല്ല, ആക്ടേഴ്സിന് മാത്രമാണ് ഒന്ന് ശ്വാസം വിടാനൊക്കെ സമയം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അത് ഫിസിക്കലി ട്രെയിനിങ് ആ. പക്ഷെ ഇപ്പം ആക്ടേഴ്സ് ഇപ്പൊ ചില ഭയങ്കര ഇമോഷണലി ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നെങ്കിൽ അവർക്ക് ഇമോഷണലി ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരിക്കും അങ്ങനെയുള്ളവർക്ക്. പിന്നെ ഞാൻ ഈ മറ്റേ ലേറ്റ് നൈറ്റ് ഷൂട്ട് അങ്ങനെയൊക്കെ കേൾക്കുമല്ലോ. പക്ഷെ ഇത് സീനിൽ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്കിത് ലേറ്റ് നൈറ്റ് ആണോ രാവിലെ എടുത്ത് നമ്മൾ അറിയണല്ലോ. പക്ഷെ ഫേസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടും. അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് വൈസ് ഭയങ്കര ആ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങള് ഞാൻ ഇതില് കുറെ എല്ലാ ഞാൻ ഇത്ര ആക്ടേഴ്സിന്റെ കൂടെ സീനിയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അവരൊക്കെ ഇതിന് എന്താ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അവര് പാലിക്കുന്നൊരു ഇതുണ്ട്, അവരുടെ റുട്ടീൻ ഉണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാലും മറ്റേ ഒന്നും ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടേയിരിക്കും. പാട്ടൊക്കെ പാടി ഗെയിമൊക്കെ കളിക്കും, ഉറക്കം. അങ്ങനെ ഉറങ്ങിയിട്ട് വന്ന് എണീറ്റ് കഴിഞ്ഞാൽ കണ്ണിന് ഉറങ്ങില്ല. അങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും എല്ലാവരും. അങ്ങനെ ആ വർക്ക് എന്തായാലും ആക്ടേഴ്സ് എടുക്കണം. ആക്ടേഴ്സിന് അതൊക്കെയാണല്ലോ പണി. ഇപ്പൊ ഈ സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ശരിക്കും ഒരു സിനിമ കോളേജ് പോലെ സീനിയേഴ്സ് കറക്റ്റ് ആയിട്ട് കുറച്ചൊരു ഗ്രൂപ്പ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും അലമ്പ് ജൂനിയേഴ്സ് ആയിരുന്നോ സീനിയേഴ്സ് ആയിരുന്നോ? സീനിയേഴ്സ് ആയിരുന്നു, ഒരു സംശയമില്ല. ജഗദീഷ് ചേട്ടനും ഗ്യാങ്ങും എല്ലാരും ഒന്നിനൊന്ന്. വിനീതേട്ടനും എന്താ സുധീഷേട്ടൻ ഞങ്ങളുടെ ഗ്യാങ്ങിലായിരുന്നു. ഞാൻ എന്റെ ആദ്യത്തെ സീനില് ഞാൻ ജഗദീഷ് ചേട്ടന്റെ അടുത്ത് ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നു. അപ്പൊ ജഗദീഷ് ചേട്ടൻ അശോകേട്ടനെ വിളിച്ചിട്ട് രാജേഷിനെ കണ്ടില്ല. അപ്പൊ ഞാൻ എല്ലാരും കണ്ടിട്ട് വന്നിട്ട് ഇരുന്നതാ. അപ്പൊ സീനിയേഴ്സ് ആണ്. ആദ്യത്തെ 2ാമത്തെ ദിവസം മറ്റാണ് പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അപ്പൊ ജഗദീഷ് ചേട്ടൻ അറിയില്ലേ അശോകൻ, അശോകന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? അപ്പൊ അശോകേട്ടൻ ഇങ്ങനെ മെല്ലെ നടന്നിങ്ങോട്ട് വരിക. ഞാൻ പറഞ്ഞു അറിയില്ല.
എന്താണ് കേൾക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അല്ല എനിക്കും അറിയില്ല അങ്ങനെ വലിയ പ്രത്യേകത ഉണ്ടോ, അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇതാണ് ഫസ്റ്റ്, ഇങ്ങനെയാണ് ഇവര് തുടങ്ങുന്നത്. അപ്പൊ തന്നെ ഏകദേശം ആ ഒരു സെറ്റിന്റെ മനസ്സിലായിരുന്നു. ഏറ്റവും അതിലുള്ളതിൽ കുറച്ചെങ്കിലും ഒരു സീരിയസ് അല്ലെങ്കിൽ അധികം അങ്ങനെ ഒരു ടോക്കറ്റീവ് അല്ലാത്ത ഒരാളായിരിക്കും വിനീതേട്ടൻ. കുറച്ച് പിന്നെ കാര്യം മാത്രം പ്രസക്തമായിട്ട് സംസാരിക്കും, അങ്ങനത്തെ ഒരാളാണ്. ടു ദ പോയിന്റ് മാത്രമൊക്കെ. ഏറ്റവും തമാശ ഒക്കെ പറയുന്ന ആരാ? ജഗദീഷ് ചേട്ടനായിരിക്കും. ജഗദീഷ് ചേട്ടനാണ് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ തമാശകൾക്ക് ഇവർക്ക് ആർക്കും ഒരു കുറവില്ല. അതിപ്പോ മനോജ് ചേട്ടന്റെ ഒക്കെ തമാശ എപ്പോഴെങ്കിലും വരുള്ളൂ, പക്ഷെ ഭയങ്കര തമാശ. പിന്നെ സുധീഷ് ചേട്ടൻ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലാണ്. പുള്ളി ഇപ്പോഴും കോളേജ് കുമാരനാണ്. എന്തായാലും ആ ടീമിന്റെ മൊത്തത്തിൽ നിങ്ങളെ കാണുമ്പോ തന്നെ നമുക്ക് തന്നെ ഭയങ്കര എനർജിയാണ്. അപ്പൊ ആ എനർജി തന്നെ ആയിരിക്കും ധീരന്റെ ഷൂട്ടിംഗ് സെറ്റിലും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം ഇതില് പാട്ടുകള് എങ്ങനെയൊക്കെയാണ്? പാട്ടുകൾ എത്രയുണ്ട്? 3 പാട്ടുകളുണ്ട്. പിന്നെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ബാക്കിയുള്ള പാട്ടുകളും കൂടി വരും. മുജീബ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത്. രേഖാചിത്രം ഒക്കെ കഴിഞ്ഞിട്ടുള്ള മുജീബിന്റെ വർക്കാണ് തോന്നുന്നു. ഇപ്പോ ആദ്യം ഡയറക്ടർ ദേവനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സിനിമയാണ്, ഡെബ്യൂ ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഡയറക്ടറുടെ കൂടെ ഉള്ള ഒരു വർക്ക്? ദേവന് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. ബേസിക്കലി എന്താണ് വേണ്ടത്, ക്യാരക്ടർ ഓരോരുത്തരുടെയും ഭയങ്കര ക്ലാരിറ്റി ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിനൊരു ഉത്തരവുണ്ട് ദേവന്. അപ്പൊ നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ആക്ച്വലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനും എല്ലാം പ്രിപ്പയർഡ് ആയിട്ടാ വന്നിട്ടുള്ളത്. ഭയങ്കര പ്രിപ്പയർഡാ. മറ്റേ ഡെബ്യൂ ആണെന്ന് ഉള്ള ആ സെറ്റിലിരിക്കുമ്പോ ദേവന്റെ ആദ്യത്തെ സിനിമയാണെന്ന് നമുക്ക് തോന്നൂലായിരുന്നു. അവൻ ചെറുപ്പാണ്, പക്ഷെ എല്ലാവരും മറ്റേ ദേവനോട് ഒരു കാര്യം സംസാരിക്കുമ്പോ ദേവനെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. അങ്ങനെയാണ് അവൻ കാര്യങ്ങളൊക്കെ. നല്ല പീപ്പിൾ സ്കിൽസ് ഉണ്ട് ദേവന്. ഓക്കെ. ഇപ്പൊ ഈ പേര് ധീരൻ എന്നുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ലൈഫില് പല സിറ്റുവേഷൻസിൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോയിട്ട് എനിക്ക് ഇത്രയും ധൈര്യമോ, ഞാനൊരു ധീരനാണോ അല്ലെങ്കിൽ ധീരയാണോ എന്നൊക്കെ തോന്നിയ മൊമെന്റ്സ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആലോചിച്ചിട്ടൊന്നും. എനിക്കുണ്ട് അങ്ങനെ. എന്റെ അച്ഛനൊരു എന്താ പറയാ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത്, കോവിഡ് സമയത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മള് ഭയങ്കര റിസ്കി ആയിരുന്നു, സർജറി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അത് നമുക്ക് വേറെ ആരുടെയും സഹായം എടുക്കാൻ പറ്റില്ല, കാരണം കോണ്ടാക്ട് വരും. അപ്പം എന്റെ ചേച്ചി US-ലാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അമ്മയും അച്ഛനുമായിട്ട് അത് ഫുൾ ചെയ്ത്. അതൊരു 1.5 വർഷം നമ്മൾ അതിന്റെ പുറകെയായിരുന്നു, കോവിഡ് സെക്കൻഡ് വേവ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇപ്പം കഴിഞ്ഞ ദിവസം വീട്ടിലിരുന്ന് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു, അതെങ്ങനെ നമ്മൾ അതിൽ കൂടെ കടന്നു പോയെന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷെ ആ സമയത്ത് നമ്മളത് എവിടെന്നോ ഒരു ശക്തി വരും. എനിക്കൊന്നും അത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടത്. അങ്ങനെ ലൈഫിൽ അങ്ങനെ ഒരു പോയിന്റ് വരുമ്പോ നമ്മൾ തന്നെ ചെയ്യും. ഇപ്പം യോഗ ഉണ്ട്, ഡാൻസർ ആണ്, ആക്ടർ ആണ്, തിയേറ്റർ ആണ്. അപ്പൊ ഇതിൽ ഏതാണ്? ഇപ്പൊ 4 വിരലുകൾ നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ എല്ലാരും ചോദിക്കും, എനിക്ക് ഒരിക്കലും അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയൊരു 4 വിരലുകളായില്ലേ, എല്ലാം കൂടി എനിക്ക് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഞാനൊരു വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, പോളിമാത്ത്. സോ ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെ, അതായത് എല്ലാ തൊഴിലും പോളിഗാമി അല്ല, പോളിമാത്ത്. അപ്പൊ ഇലോൺ മസ്ക് ഒക്കെ പോളിമാത്ത്. അതായത് നമുക്ക് പല കാര്യങ്ങളില് താല്പര്യവും അത് പെർസ്യൂ ചെയ്യും. പിന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും അങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. അപ്പം നമ്മൾക്ക് കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടം, അങ്ങനെ കണക്ഷൻ ഉണ്ടാക്കാൻ. ഇപ്പൊ യോഗയുടെ കാര്യം, ഇപ്പൊ ലുട്ടാപ്പി യോഗ, അങ്ങനെ ആ പേര് വരാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? അത് വലിയ കഥ, ഞാൻ ഷോർട്ടാക്കി പറയാം. അപ്പൊ ചെറുപ്പം തൊട്ടേ മായാവി വായിക്കുമ്പോ മായാവിനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ആവാൻ പറ്റില്ല, ഇത്ര നന്മ ആവശ്യമില്ല. അപ്പൊ ലുട്ടാപ്പി ഭയങ്കര കുസൃതിയാണ്, മണ്ടനാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ട് തോന്നി. നമ്മളൊക്കെ അങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കുമല്ലോ, ലൈക്ക് മിസ്റ്റേക്സ് ആർ ഓക്കെ ലുട്ടാപ്പിയുടെ കേസിൽ. ആ പ്രായത്തിൽ ഇത്രയും ചിന്തിച്ചു എന്നുള്ളത് ഭയങ്കര സംഭവം. കുട്ടികൾ ഒത്തിരി ചിന്തിക്കും. അപ്പുറത്തേക്കൊന്നും ഞാൻ ലുട്ടാപ്പിക്കാണ് ഫാൻസ് കൂടുതൽ. പിന്നെ അതുകൊണ്ടാണല്ലോ കളിക്കുടുക്ക വന്ന് ലുട്ടാപ്പി മാത്രമായിട്ട്. അതെ, അപ്പൊ അങ്ങനെ അല്ലേ പറഞ്ഞപ്പോഴാണ് ശരിയാണല്ലോ, മായാവി എന്നല്ല, അങ്ങനെ ഇന്ന ആള് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു പറയാം. അപ്പൊ അങ്ങനെ എപ്പോഴും ബുക്കിലൊക്കെ ലുട്ടാപ്പി കിടക്കുന്നത് ഇരിക്കുന്നതൊക്കെ വരച്ചു വെക്കുമായിരുന്നു.
പിന്നീട് ഈ ഡാൻസും യോഗയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിക്ക് ഫിഗേഴ്സ് വെച്ച നോട്ട്സ് ഉണ്ടാക്കണം. അപ്പൊ എന്റെ നോട്ട്സ് സ്റ്റിക്ക് ഫിഗറിൽ ഞാൻ അത് ലുട്ടാപ്പി ആക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് എന്തോ ഒരു ഒബ്സെഷൻ ഉണ്ടായിരുന്നു അതിലോട്. പിന്നീട് എനിക്ക് തോന്നി യോഗയുടെ ഫിലോസഫി ഒക്കെ പഠിച്ചപ്പം അതിൽ ചില ഫിലോസഫി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് നമുക്കിപ്പോ ഒരു സക്സസ് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കണം, ഫെയിലിയർ ഉണ്ടാകുമ്പോൾ വിഷമിക്കണം, പക്ഷെ അതിൽ സ്റ്റക്ക് ആയി പോരുത്. നമ്മൾ എപ്പോഴും ഒരു പെട്ടെന്ന് ഒരു ബാലൻസ് സ്റ്റേറ്റിൽ എത്താൻ നോക്കണം. എല്ലാ ഇമോഷൻസും എക്സ്പീരിയൻസ് ചെയ്യുക, പക്ഷെ ബാലൻസിലെത്തുക. അപ്പൊ അതെനിക്കൊരു നല്ല ഫിലോസഫി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം പക്ഷെ എനിക്ക് തോന്നി ഒത്തിരി യോഗ ഫിലോസഫിയിൽ നമ്മൾ ഭയങ്കര സീരിയസ് ആയി പോകും. അതിനകത്ത് കൂടുതൽ സോളിറ്റ്യൂഡ് അങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെനിക്ക് യോജിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ എനിക്ക് തോന്നി ഇത് രണ്ടും ഒരു നൈസ് സംഭവമാണല്ലോ. അതായത് ഒരു ലുട്ടാപ്പിയുടെ കുസൃതി നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം എത്ര പ്രായമായാലും, എന്നാൽ ഒരു യോഗിയുടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവണം ജീവിതത്തിൽ. അപ്പൊ അതാണ് ഈ ലുട്ടാപ്പി യോഗി. പിന്നെ ഞാൻ സ്റ്റുഡിയോ തുടങ്ങിയപ്പോ എനിക്ക് പേരെന്തിടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഐ മാറ്റി എ ആക്കി, യോഗയാക്കി. അങ്ങനെ അപ്പൊ അത് വെച്ചോണ്ടൊരു ഗുണം ഉണ്ടായി. കുറച്ചിങ്ങനെ ഒരു എന്താ പറയാ ഫൺ ലവിങ് ആൾക്കാരാണ് എന്റെ സ്റ്റുഡിയോയിലും വരുന്നത്. നമ്മുടെ വൈബ് മാച്ചാവും. ചേട്ടൻ യോഗയൊക്കെ ചെയ്തിട്ടുണ്ടോ, ചെയ്യാൻ ഇഷ്ടമുണ്ടോ? യോഗ മറ്റേ നമ്മൾ ഈ തിയേറ്ററൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതല്ലാണ്ട് യോഗ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാനങ്ങനെ പിന്നെ എന്താ അങ്ങനെ ആക്ടിങ് ഒരു നമ്മൾ കരിയറിൽ അങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സമയം വരെ. അതുകൊണ്ട് പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. അത് പിന്നെ ഒരു വലിയൊരു പണി വരാനുണ്ട്. അപ്പൊ കുറച്ച് ഓട്ടം ചാട്ടം ഒക്കെ വേണം. അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ആവുന്നു. ഇപ്പം ഈ സിനിമയിൽ തന്നെ പല പല റോളുകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരു റോള് ചെയ്യുമ്പോൾ ഇപ്പൊ കാസ്റ്റ് ഡയറക്ടർ ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, ഇപ്പൊ ഡയറക്ഷൻ എന്ന് പറഞ്ഞു, അപ്പം ഒരു റോള് ചെയ്യുന്നത് എപ്പോഴും മറ്റ് റോളുകൾ ചെയ്യുമ്പം സഹായകരമായി വരാറുണ്ടോ? ഇതെല്ലാം നമ്മളിതെല്ലാം അറിയുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഞാൻ പിന്നണിയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും നല്ലത് തോന്നുന്നതിൽ കുറച്ച് പകുതിയൊക്കെ അതിൻ്റെയും കൂടി ഗുണമാണ്. എനിക്കിപ്പോ ഒരു സീനിന്റെ ഇമോഷൻ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് കുറച്ചും കൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എന്ന് വെച്ചാൽ എല്ലാ പിന്നെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഈസി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ നാടകത്തില് ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ടി.വിയിൽ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ, പാട്ടുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ആക്ടേഴ്സ് മാത്രമായിട്ടുള്ളവര് ആ ആക്ടിങ് മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ രാജേട്ടൻ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള വേറെ ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് പാരലലി രണ്ട് തോട്ടും ആ മേക്കർ എന്നുള്ള ആ രീതിയിലും അവർ കാണുന്നുണ്ട്, ആക്ടർ എന്നുള്ള രീതിയിലും കാണുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര രസമാണ്. ഇവര് അഭിനയിക്കുമ്പോഴും എല്ലാത്തിലും ആ രണ്ട് അണ്ടർസ്റ്റാൻഡിങ്ങും വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോളിമാത്ത്. അത് ഞാനിപ്പോ ആദ്യമായിട്ട് ഞാനിപ്പോഴാണ് അത് തിരിച്ചറിവ്. ഇപ്പൊ ഈ തിയേറ്ററിന്റെ സംഭവം എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. നമ്മൾ ഈ തിയേറ്ററിൽ കുറെ വർക്ക്ഷോപ്പുകൾ ചെയ്യും. ഇല്ല, ഞാനതിന് കുറെ റീലുകൾ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട്. അപ്പൊ ആ വർക്ക്ഷോപ്പ് സംഭവമൊക്കെ നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ലാണ്ട് വേറെ കുറെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബാരിയേഴ്സും ഉള്ളിൽ നമ്മളെ കുറച്ചിങ്ങനെ അയ്യോ ഇങ്ങനെ ചെയ്താൽ മോശമായിരിക്കാം എന്തൊക്കെയോ ഐസ് ബ്രേക്കിംഗ് ഒക്കെ നടക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറെ തന്നെ ഒരു സ്പേസ് ആണ്. നമ്മൾ മറ്റേ സാധാരണ ജീവിതത്തിൽ എടുത്ത് മാറ്റിയിട്ടുള്ള വേറെ തന്നെ ഒരു സ്പേസ് ആണ് ഞങ്ങൾ തിയേറ്റർ ചെയ്യുന്ന സ്പേസ്. അത് അവിടെ നമ്മൾ എന്തൊക്കെ പിന്നെ എന്തും ചെയ്യാം, നമുക്ക് തോന്നുന്നത് എന്തും ചെയ്യാം. അങ്ങനത്തെ ഒരു സ്പേസ് വേറെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നമുക്കത്. അത് ഇങ്ങനെ ചെയ്ത് ഉണ്ടാവുന്നതാണ്. എല്ലാവരും മറ്റേ വെള്ളം പോലെയാണ്, നമ്മ പരസ്പരം തല്ലുകൂടാം, മറ്റേ ബഹളം അംഗനവാടിയൊക്കെ പോലെ. അതെ, നമുക്ക് പ്രായം കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ബൈ ബൈ ബൈപാസ് ഡയറക്ടർ റോഷൻ എങ്ങനെയുണ്ട്? റോഷൻ നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചാണ് നമ്മളായിട്ട് ഫീഡ്ബാക്ക് തരുമ്പം അത് ഫീഡ്ബാക്ക് പോലും ഒരിക്കലും ഇപ്പൊ റോഷൻ ഒരു ആക്ടറാണ്, റോഷൻ ഈസി ആയിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം. പക്ഷെ റോഷൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മൾ അതിലേക്ക് എത്താൻ നമ്മളെ ഗൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. നമുക്ക് വേണ്ടിയും കൂടി ചിന്തിക്കും. അതെ, ജീനിയസ് ഡയറക്ടറാണ്. ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട. പിന്നെ ഞങ്ങൾ പണ്ട് മുതലേ ഞാൻ പറയാറുള്ളതാണ്, ഞാൻ ആദ്യം നാടകം ഇത് കഴിഞ്ഞതിന് ശേഷം കുമ്പളങ്ങി വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു നാടകം ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും കൂടി തന്നെ ചെയ്യുന്നത്. കനിയും ദിവ്യം ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ
പേര് നോർമൽ ഫാമിലി എന്നുള്ള നാടകം. ആ നാടകം കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ ദർശനയും റോഷനും പറഞ്ഞു എന്നോട് രാജേഷ് ആക്ടിങ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അതാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അഭിനയിച്ച് തുടങ്ങുന്നതിൽ ഞാൻ അതിന് കൊടുക്കുന്ന ഒരു സീരിയസ്നെസ് മാറിയത് അന്നത്തെ അവരുടെ സംസാരമാണ്. അപ്പം അത് കണ്ടിന്യൂ ചെയ്യാണ്. അത് അങ്ങനെ നോട്ട് ചെയ്യും നമ്മളെ വർക്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് അത്രയും. ഇപ്പം സിനിമയും തിയേറ്ററും നിങ്ങൾ ഒരേ സമയത്ത് പാരലി കൊണ്ടുപോകുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ തിയേറ്ററിൽ എപ്പോഴും ഒരു സ്കെയില് കൂടുതലാണ്, മറ്റേ സ്റ്റേജിൽ നമ്മൾ ബാക്കിലിരിക്കുന്നവർക്കും നന്നായിട്ട് കാണാം, പുറക്കെ സംസാരിക്കണം, കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിരിക്കും. അതേ സമയം തന്നെ നിങ്ങൾ ആ തിയേറ്ററിന്റെ സ്റ്റേജിൽ നിന്ന് നേരെ പോകുന്ന ഷൂട്ടിംഗ് മറ്റേ സിനിമയുടെ സെറ്റിലേക്ക് ഇരിക്കും, അവിടെ ഭയങ്കര സട്ടിലായിരിക്കും. അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അത് എൻജോയ് ചെയ്യുന്നുണ്ട്? ഞാൻ അത്ര സെറ്റിലേക്ക് പോവാറില്ല. കുറെ സെറ്റുകളിൽ പോയ അല്ല, ഇത് നല്ലതാണ് ആക്ച്വലി. നമ്മള് ഇപ്പൊ ഒരു ആക്ടർ എന്ന് പറയുന്ന ഒരു സ്പേസിനെ നമ്മൾ ബാക്കി എല്ലാ സാധനത്തിനും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മളെങ്ങനെയാണ് ആക്ടറിന് എന്ത് കൊടുത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? നിങ്ങളൊക്കെ സോളോ ആയിട്ട് നിങ്ങൾ കണ്ണാടിയൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു പറയുന്നൊക്കെ ഉണ്ടാകും. പക്ഷെ ആക്ടറിനെ മൊത്തം ബോഡിയായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ. ഇതിനങ്ങനെ തേച്ചു മിനിക്കാനുള്ള ഒരു സ്പേസ് ആണ് തിയേറ്റർ. അപ്പം തിയേറ്റർ അവിടെ നാടകം ചെയ്യുന്നത് മാത്രമല്ല, തിയേറ്റർ ഭയങ്കര നമ്മളെ തന്നെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസാണ്. നമ്മളുടെ ബോഡീനെയും മൈൻഡിനെയും മൊത്തമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. തേച്ചു മിനിക്കൊക്കെ കൊണ്ടിരുന്ന സ്പേസാണ് ഇത്. സിനിമയിലേക്ക് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും എന്നാണ് പറയാനുള്ളത്. തിയേറ്ററിനെയും മറ്റേ സിനിമയിലെയും വേറെ വേറെ സ്റ്റൈലാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാമറ ഇവിടെയാണ് നിൽക്കുന്നുള്ളത്. ഇപ്പൊ തന്നെ നമുക്കത് വ്യത്യാസം, നമ്മളതിന് പെർഫോമൻസിൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ മാറും. അത് ദൂരത്തേക്ക് ഉള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ആ കോൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ തിയേറ്റർ വർക്ക് ചെയ്യുന്നത്. സിനിമയിലാകുമ്പോൾ നമുക്ക് ഇത്രയും അടുത്ത് ആണ് ക്യാമറ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി അത്രയും എക്സ്പ്രസീവ് ആവണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത്ര അടുത്തായിരിക്കും ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും. ആൾക്കാർ എങ്ങനെ ക്യാച്ച് ചെയ്യുന്നു, നമ്മൾ ഇമോഷൻ എങ്ങനെ ക്യാച്ച് ചെയ്യുന്നു, അത്രയും എക്സ്പ്രസീവായിട്ട് നമുക്ക് സിനിമയിലും തിയേറ്ററിലും അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറച്ച് മുമ്പൊക്കെ പറയായിരുന്നു ഈ തിയേറ്ററിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റുകൾ കുറച്ച് ഓവറായിട്ട് പെർഫോം ചെയ്യുന്നൊക്കെ. ആ രീതിയൊക്കെ ഇപ്പൊ മാറി തോന്നുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. തിയേറ്ററിൽ നിന്ന് വന്ന ആൾക്കാർ ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന സമയമാണ് ഈ സീസൺ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നമ്മൾ ഒന്നും പ്രാവശ്യം നമ്മളെ കണ്ടു കഴിയുമ്പം അത് മാറും. ഞാൻ ആദ്യം അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് ആ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ ഭരതനാട്യം ഒക്കെ പഠിച്ചോണ്ട് ഇച്ചിരി കൂടി പോരായിരുന്നു. ഞാൻ ചുമ്മാ നോക്കാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ അത് ഞാൻ ഇച്ചിരി ഷാർപ്പാണ്. ഞങ്ങൾ ആദ്യം കട്ട് ചെയ്യാറ് അവരെ. അതെനിക്ക് ഇപ്പം ചില സീൻസ് ഒക്കെ എന്നെ കാണുമ്പോ എനിക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ പിന്നെ അത് മാറ്റുമല്ലോ. പക്ഷെ ആദ്യം ഇപ്പം എനിക്കൊന്ന് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ നമ്മളെ കാണുന്നില്ല, നമ്മളെ ഉള്ളിന്നാണ് കാണുന്നത്. പക്ഷെ സിനിമയില് നമ്മൾക്ക് പോയി ഫ്രെയിം നോക്കാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത് ഈസിലി മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ മിനിക്ക് നമ്മൾ അങ്ങോട്ട് എത്തും എന്ന് പറയുമല്ലോ. അപ്പൊ ധീരനിലേക്ക് തിരിച്ചു വരുമ്പം എപ്പോഴാണ് ധീരൻ റിലീസ്? ജൂലൈ 4. ജൂലൈ 4 എല്ലാവർക്കും പിന്നെ എന്താ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോ ഒന്ന് ഈ മുടക്കം മാറ്റി കുഴപ്പമില്ല, കൊടയൊക്കെ പിടിച്ച് പോയാൽ മതി. മഴയൊക്കെ അപ്പോഴേക്കും കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൊട പിടിച്ചിട്ടും പോവാവുന്ന എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഓളായിരിക്കും എന്നാണ് പ്രതീക്ഷ. ഇപ്പം ചേട്ടന്റെ ലൈഫിലൊരു ധീരത മൊമെന്റ് ഓർത്തെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ ലൈഫിൽ കണ്ടിട്ടുള്ള ആളുകളിൽ ഒരു ധീരൻ ആണെന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ധീരന്മാരെ കണ്ടിട്ടുണ്ട്. അതാണ് ആ കാഴ്ചയൊക്കെയാണ് നമ്മളെ ഇങ്ങനെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ കുറെ ധീരന്മാരെ കണ്ടിട്ടുണ്ട് വളരെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ധീരൻ എന്നാണ് നമ്മൾ ഇനി സിനിമയിലെ ടൈറ്റിൽ ക്യാരക്ടർ ധീരൻ ഞാനാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അവരവരുടെ ധീരതയുടെ ഓരോ മൊമെന്റ്സ് ഉണ്ട് കേട്ടോ. ഇതില് ഉള്ള നായകതുല്യമായിട്ടുള്ള വേഷം തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് ഇതില്. അപ്പൊ നായികത്തോ ഒന്നേ ഉള്ളൂ, നായക കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവർക്കും മറ്റേ ധീരത കാണിക്കാനുള്ള ഓരോരോ മൊമെന്റ്സ് ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലൊരു ധീരൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ജൂലൈ 4 തിയേറ്ററിൽ പോകണം. അപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? സോ ഞങ്ങളുടെ പടം ധീരൻ ഇറങ്ങുവാണ്. ഇതൊരു ഫൺ ഫിൽഡ്
പടമായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇപ്പം നമ്മുടെ പ്രായക്കാരാണെങ്കിൽ ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ട ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരുമിച്ച് വരുന്നു. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ കുറേ ആൾക്കാരുണ്ട്. ഇതിൽ ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്. എന്തായാലും നിങ്ങൾ കുറച്ച് ഇമോഷൻ ഉണ്ട്. എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യും. അപ്പോൾ ബാക്കി പറഞ്ഞോളൂ. എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യും. ഞങ്ങളൊരു കുറച്ച് ഉറപ്പുണ്ട് ഇതില്, അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാം. ഒരു ഫൺ പടമായിരിക്കും. എല്ലാരും ധൈര്യത്തോടെ വന്നു. ഇതിന്റെ മുന്നേ ബസ് ഓടിക്കാനൊക്കെ അറിയായിരുന്നു? ഇതിന് വേണ്ടിട്ട് ബസ് ഓടിക്കാൻ പഠിച്ചോ അതോ ബസ് ഓടിച്ചിട്ടില്ലേ? ബസ് ഓടിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിട്ടാണ് പഠിച്ചത്. എങ്ങനെയുണ്ട് ബസ് ഓടിച്ചിട്ട്? ബസ് ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. ഞാൻ എല്ലാം ഓടിച്ചിട്ടുണ്ട്, കാറൊക്കെ ഓടിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ബസ് ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. ബസ് ഓടിക്കുമ്പോൾ ആരെയും ഒന്നും നോക്കേണ്ടത്. രാജേട്ടന് തലേദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് അവരെന്തോ വിളിച്ചു ചോദിച്ചില്ലേ, CCTV-യിൽ എന്തോ ബസ് അനങ്ങുന്ന കണ്ടു, അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടായില്ല? മറ്റേ ബസ്സിന്റെ ഓണർ, ആ ബസ് അതെ അനങ്ങുന്നുണ്ടല്ലോ. ബസ്സിന്റെ ഓണർ രാത്രി വിളിച്ച് ബസ് അനങ്ങുന്നുണ്ടല്ലോ, അത് പാർക്ക് ചെയ്തിട്ട സ്ഥലത്ത് CCTV നോക്കുമ്പോ ബസ് അനങ്ങുന്നത് തന്നെ. അപ്പം രാജേട്ടൻ തലേദിവസം പ്രാക്ടീസ് ചെയ്യാൻ പോയതാ. നല്ല രസമായിരുന്നു ബസ് ഓടിക്കാൻ. പിന്നെ സ്വാഗില് ഫുള്ള് പിടിച്ചിട്ടുണ്ട് രാജേട്ടൻ. നമുക്കറിയാലോ ഇത് ഏതൊക്കെ കാണുമ്പോഴാണ് ബസ് ഡ്രൈവർമാരെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. നമ്മളും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഡ്രൈവർമാരെ നമ്മൾ ഭയങ്കര ആരാധനയോടെയാണല്ലോ പണ്ട് നോക്കിയിരുന്നിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയായിരുന്നു ഈ ബസ് ഓടിക്കാന്ന് പറയുന്നത്? ഭയങ്കര ചേട്ടാ മറ്റേ നമ്മുടെ ഹീറോസ് ഒക്കെ പറയുന്ന പോലെ അവരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവരോട് ഭയങ്കര അതെന്ത് എല്ലാരും അവരെ ഭയങ്കര ആരാധനയോടാണ്. കുശുമ്പ് അതാണ്. അതായിരുന്നു പണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, പിന്നെ ഡ്രൈവേഴ്സ് ഒക്കെ ആയിട്ടുള്ള. അപ്പൊ അവര് എനിക്കറിയാം അത് അവരാ ഇതാണ് ജോലി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അവരോട് നാട്ടിലെ പെൺകുട്ടികൾക്കുള്ള ഒരു അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് കുശുമ്പാണ്. നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ നമ്മുടെ കൂടെ ഒരു ബസ് ഡ്രൈവർ ഉണ്ടായിരുന്നു. അതാ കഥകളൊക്കെ പറഞ്ഞു, കുറച്ച് പാടുകളും ഒക്കെ കാണിച്ചു. ഓർമ്മയില്ലേ? നല്ല രസം. അത് പഠിച്ചോ പോയിക്കോന്നൊക്കെയാണല്ലോ. നന്നായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ, ബസ് ഓടിച്ചൂടെ? പുള്ളി ഭയങ്കര എൻജോയ് ചെയ്ത് ബസ് ഓടിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പൊ എന്താണെങ്കിലും കൂടുതൽ ധീരൻ വിശേഷങ്ങളൊക്കെ നമ്മള് സിനിമ ജൂലൈ 4 തിയേറ്റർ റിലീസാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളി ഒരു ഹിറ്റ് ആകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.